മലപ്പുറത്ത് ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച ഡ്രൈനേജിൽ നിന്ന് വെള്ളം കുത്തിയൊലിച്ചെത്തുന്നതായി പരാതി. മലപ്പുറം രണ്ടത്താണിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. മഴ പെയ്താൽ പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് പ്രദേശത്തെ കുടുംബങ്ങൾ പറയുന്നു. മലവെള്ളപ്പാച്ചിൽ പോലെയാണ് വെള്ളം ഒഴുകിയെത്തുന്നത്. റോഡിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളവും കല്ലും മണ്ണുമെല്ലാം വീടുകളിലേക്കും എത്തുന്നു. വെള്ളത്തിൽ ഒഴുകിയെത്തുന്ന ഇഴജന്തുക്കൾ വേറെയും. സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളമെല്ലാം ശേഖരിച്ച് ഈ ഡ്രൈനേജ് വഴിയാണ് സമീപത്തെ അയ്യൂബ് ഖാൻ റോഡിലേക്ക് കൊണ്ടുതള്ളുന്നത്. ഇങ്ങനെ ഒഴുകിയെത്തുന്ന വെള്ളമാണ് സമീപത്തെ വീടുകളിലേക്കും കിണറുകളിലേക്കുമെല്ലാം എത്തുന്നത്. ഇത് ഈ പ്രദേശത്തെ നാട്ടുകാരെ വലിയ ദുരിതത്തിലാക്കുകയാണ്. മഞ്ഞ വെള്ളം ഒന്നായി ചെളി വെള്ളമാണ് കിടക്കുന്നത്. ഇപ്പൊ ഈ വെള്ളം വന്ന് മദ്രസക്ക് സ്കൂളിലും പോകാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഒരു വയസ്സായ ആള് അടിപോലെ വരേക്കാണ്. വെള്ളം വീടുകളിലേക്ക് എത്താതിരിക്കാനായി പലരും വീടുകൾക്ക് മുന്നിൽ ചാക്കുകൾ നിറച്ചും കല്ലുപയോഗിച്ച് പടുത്തുയർത്തുകയും ചെയ്തു. എന്നാൽ അതെല്ലാം മറികടന്ന് വെള്ളം വീടുകളിലേക്ക് എത്തുന്നു. ഇതോടെ ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചിരിക്കുകയാണ് പലരും. ഞങ്ങൾക്കിപ്പോൾ ഇതുവഴി നടക്കുമ്പോൾ പല രോഗങ്ങളും വന്നു ചേരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുങ്ങിയിരിക്കുകയാണ്. മലിനജലത്തിൻ്റെ പ്രശ്നം അതുണ്ട്. വെള്ളം ഒഴുകി വരുമ്പോൾ ഭയങ്കര ചുഴിയായിട്ടാണ് വരുന്നത്. അപ്പോൾ വലിയ ആളുകൾക്ക് പോലും നടക്കാൻ കഴിയില്ല. പിന്നെ ഈ കുഞ്ഞു കുട്ടികളെ എങ്ങനെ സ്കൂളിൽ പോകുന്നത്? അടിയന്തര പ്രാധാന്യത്തോടെ വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, തിരൂർ. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.